മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരായി കോടതികളെ പോലും സമീപിക്കേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് പലപ്പോഴും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ജനവിരുദ്ധമാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ കോടതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരായി ആവശ്യമുണ്ടെങ്കിൽ പൊതുസമൂഹം കോടതിയിലേക്ക് പോകണം കേസുമായിട്ട് എന്നുകൂടി അദ്ദേഹം പരാമർശിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരിക്കുന്ന കക്ഷിയിലെ ഒരു നേതാവ് തന്നെ ഈ തരത്തിൽ വളരെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു, രാഷ്ട്രീയ ധാർമ്മികത എവിടെ നിൽക്കുന്നു എന്ന് ആളുകൾ ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കള്ളം പറയുന്നവർ നേതൃസ്ഥാനത്തിരിക്കുന്നു, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാമർഥ്യമുള്ളവർ നേതൃസ്ഥാനത്തിരിക്കുന്നു, സത്യം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നു. ഇതൊക്കെ എത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ്! ഇതൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഇന്ത്യയിലെ സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.